പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവെ, ചില കൊച്ചു കൊച്ചു വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നുണ്ട് ഈശോയെ. അതിൻ്റെ മേലെ കർത്താവ് അതിനേക്കാൾ വലിയ കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ കച്ചവടം കുറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഈശോയെ. പലരും പേടിച്ച് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഈശോയെ, ഒരു തൊഴിൽ സംഭരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ മുതൽ മുടക്കിൽ അതേ ജോലി തന്നെ അവിടെ തന്നെ വന്ന് ചെയ്യണ കാരണം കർത്താവെ, ഇനി ജീവിക്കേണ്ട കാര്യമില്ല, ഇനി എനിക്കറിയാവുന്ന തൊഴിൽ ഇതാണ്, ഇതും കൊണ്ട് എന്നെ പൊറുപ്പിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് നീറ് വേദനിക്കുന്നവരെ ഞാൻ പരിശുദ്ധമ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ, കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും മടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാ സന്തോഷവും പോയവരുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുരിശിൽ ചുമന്നുണ്ടാക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ്, ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിന് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിന് നാമത്തിൽ കൽപ്പിക്കുന്നു. നീ എഴുന്നിരുന്ന് നടക്കുക. ദൈവവേദന സാമ്പത്തിക കടങ്ങളുള്ളവർ, ഗിഫ്റ്റ് നടപടിയുള്ളവർ, വന്ന് പെട്ടുപോയവർ, അന്യൻ്റെ കൈകളിലെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ, അത് കേസായി പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചൊക്കെ ഇരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല വിഷമിക്കുന്നവർ, അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ്, ഞാൻ അന്നേ പറഞ്ഞതില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമയാക്കാനും അനേകം പേര് നിൽക്കുമ്പോൾ കർത്താവ് നീ മാത്രമേ അവർക്കുള്ളെന്ന് ഓർക്കണമേ. അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവരെ, വിറ്റുചുട്ട് പോയാൽ മതി, പക്ഷെ വിറ്റിക്കാൻ ആൾക്കാർ സമ്മതിക്കണമില്ല. ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. പഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ സ്റ്റാറ്റസിനെ ടോർപ്പഡോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ അണക്കെട്ടുകളാണ് തുറക്കാൻ പോണത്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഇപ്പം ഈ സാത്താനില്ലേ, സാത്താൻ യേശുവിൻ്റെ അടുത്ത് ഉയർത്തണ വെല്ലുവിളികൾ, ചാലഞ്ചസ് എന്താണ്? സ്റ്റാറ്റസിൻ്റെ ചാലഞ്ചസാണ്. ആദ്യം സാത്താൻ ചെയ്യണത് യേശുവിൻ്റെ സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മുടെയൊക്കെ ആരുടെയും സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്താണ്ടല്ല, അപ്പം നമ്മളെ നിറം മാറും. പിന്നെ നമ്മളത് അവൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ വേണ്ടി നമുക്കൊരു വെല്ലുവിളി, ഒരു പ്രലോഭനം ഉണ്ടാകും. ദാറ്റ് ഈസ് ടെംപ്റ്റേഷൻ. യു ആർ സേയിങ് അട്ടർ നോൺസെൻസ്. നിങ്ങൾ എന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട, ഞാനത് തന്നെയാണെന്ന് പറയും. അത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ സ്റ്റാറ്റസിന് ഇവൻ ഇതാണ്, നീ ദൈവപുത്രനാണ്. സ്റ്റാറ്റസ് അല്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ എന്നിട്ട് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും. അപ്പം നമുക്ക് ഒരു പ്രലോഭനം തോന്നും. എന്താ ചെയ്യാൻ സാത്താൻ ചെയ്യണത്? എന്താണ്? നമ്മൾ കല്ലുകൾ അപ്പമാക്കി കാണിക്കും. പക്ഷെ ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക് മുഴുവൻ എല്ലാവരും കല്ലപ്പമാക്കാൻ പറ്റുമോ? അപ്പോൾ വിശപ്പ് എന്നുള്ളൊരു വിഷയത്തെ ജീസസ് വളരെ തന്ത്രപരമായിട്ട് വിശപ്പുമായിട്ട്, മാനവരാശിയുടെ മുഴുവൻ വിശപ്പുമായിട്ട് യേശു വിശപ്പെന്ന് പറയുന്ന വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിഷയവുമായിട്ട് ഈശോ കണ്ടുമുട്ടുന്ന സമയമാണത്. പല ആൾക്കാരും വിശപ്പിൻ്റെ പേരിലാണ് ദൈവത്തെ തള്ളി പറയണത്, അല്ലേ? വിശപ്പിൻ്റെ പേര്, നിരീശ്വരവാദത്തിൻ്റെ ഒരു ഭാഗം വരണത് വിശപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴാണ്. യൂറോപ്പ് നിരീശ്വരവാദത്തിലേക്ക് ഇപ്പോൾ പോണത് അവർക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ വിശപ്പ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോഴേ ഈശോ എന്താ പറയണത്? വിശപ്പിനെ കുറിച്ച് എന്താ പറയണത്? ലൂക്കാ 4:3 വായിച്ചേ. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾക്ക് ഡീപ്രമോട്ട് ചെയ്യാം, പക്ഷെ വേറെ ആൾക്കാർ നമ്മളെ ഡീപ്രമോട്ട് ചെയ്യാം. ഇപ്പൊ ഇനി ദൈവപുത്രനല്ല എന്നാണല്ല പിശാച് പറയണത്. അതുപോലെ നിങ്ങൾ ചെയ്യണത് ശരിയല്ല, നിങ്ങൾ തട്ടിപ്പാണെന്ന് പറയുന്ന ആൾക്കാരില്ലേ? ചിലർ അങ്ങോട്ടോട്ട് വഴക്കിടുമ്പോൾ നിങ്ങളെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്തിട്ട് നിങ്ങൾ സൂത്രശാലിയാണ്. എനിക്ക് ഇപ്പോഴാണ് നിങ്ങളെ മനസ്സിലായതൊക്കെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലേ? അപ്പം ഭർത്താവ് ചോദിക്കും, നിനക്ക് എന്നാ കുന്താ മനസ്സിലായെന്നാ പറയണത് എന്ന് തിരിച്ചു ചോദിക്കും. ഒരു കാര്യം, ഇപ്പം സ്റ്റാറ്റസ് ഒരു പ്രോബ്ലമാണ്. മാതാവ് ഈ വിഷയത്തിൽ പറയുമേ, ശക്തനായവൻ, ലൂക്കാ 1:49, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടെന്താണ് വലിയ കാര്യം? എന്താണ്? ലൂക്കാ 1:48, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഈ സ്റ്റാറ്റസ് മാതാവ് സ്വയമായിട്ട് ചുരുക്കി ലോ ചെയ്ത്, അതാണ് താഴ്മയെന്ന് പറയണത്. മറ്റുള്ളവർ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിക്കണത്.
പക്ഷേ ആധ്യാത്മിക മാർഗം എന്ന് പറയണത് മറ്റുള്ളവർ നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളും അത് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് ലോ ചെയ്യണം. എന്താ കാര്യം? ശക്തനായവൻ അവിടെ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത്, അതായത് ആ ഉയർത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ഉയർത്തിയിരിക്കണം. എന്താ പറഞ്ഞത്? ഉയർത്തിയിരിക്കണതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ലുക്ക 1:52. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. എളിയവരെ ഉയർത്തി. ആരുയർത്തി? നാട്ടുകാരും വീട്ടുകാരും പാർട്ടിക്കാരും അല്ല, പിന്നെ ആരാണ്? ദൈവം. ഇപ്പം ദൈവം ആരാണ് ഉയർത്തണത്? സ്റ്റാറ്റസ് ലോ ചെയ്യുന്നവരെ ഉയർത്തും. മറ്റുള്ളവർ സ്റ്റാറ്റസ് നമ്മളെ ലോ ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം മാതാവിനെ പോലെ. അതിനെന്താ മാതാവ് ചെയ്തിരിക്കണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 19:19 എടുക്ക്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ അറിയാമോ? ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അവരെന്താ അട്ടയന്മാരല്ലേ പറയണത്? അട്ടയന്മാരെന്താ പറയണത്? ദേ ഇതാണ് രാജശിശു, നമ്മളോട് പറഞ്ഞ പോലെ തന്നെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കണം എന്ന് പറയും. അപ്പോൾ രാജശിശു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കുന്ന കാര്യമാണ് ഈ അപ്പോസ്തലന്മാർ സ്റ്റാറ്റസ് അല്ല, ഈ അട്ടയന്മാർ സ്റ്റാറ്റസായിട്ട് പറയണത്. മറിയമാകട്ടെ ഈ വിഷയം ഹൃദയം സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, സ്റ്റാറ്റസ് ലോ ചെയ്ത് ദൈവം മറിയത്തിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്തത് മറിയം അക്സെപ്റ്റ് ചെയ്തു. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. 5ാമത്തെ ദൈവരഹസ്യത്തിൽ എന്താ പറയണത്? സ്വലോകങ്ങളുടെ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെടുമ്പോൾ ഈ സ്റ്റാറ്റസ് ഉയർത്തിയ ആളെയാണ്, സ്റ്റാറ്റസ് താഴ്ത്തിയ ആളെ ദൈവം ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ്. സ്വർഗത്തിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയാണ് ഭൂമിയിൽ നമ്മൾ ദൈവവചനത്തിൽ അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണത്. അത് നമ്മൾക്ക് ലോ ചെയ്യാൻ പറ്റും. അടിച്ചേൽപ്പിക്കപ്പെട്ട ലോയുണ്ട്, മറ്റുള്ളവർ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. ഇതെല്ലാം ആധ്യാത്മികതയുടെ വഴിയാത്രയിലുള്ള മൈൽസ്റ്റോണുകളാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കർത്താവ് പറയും പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. കാര്യം ഇത് ഉണ്ടായിട്ട് വേണം നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ട് വേണം നിങ്ങൾ ദുഷ്ടാത്മാവിനാണ് ലോകാത്മാവിനാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് തീരുമാനമെടുക്കാൻ. അതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയാൻ കാര്യം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 18:7 പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതമല്ലേ? ഇതുപോലെ ഓപ്ഷൻ വന്നാൽ നമ്മൾ വിട്ടുപോകത്തില്ലേ? ദുരിതമല്ലേ? പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഇതിൻ്റെ കള്ളനും വെള്ളി കള്ളനാണയം ഉണ്ടല്ലോ. ഞാൻ വിശ്വാസിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ അസ്ഥിയായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ദൈവത്തിനടുത്ത് ദൂരക്കളയും. അത് കള്ളനാണയം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. കാര്യം കള്ളനും വെള്ളിയും അറിയണമല്ലോ. അപ്പോൾ അത് എപ്പോഴും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവാത്മാവിലേക്ക് നമ്മളെ ക്ലാസ് കയറ്റം കിട്ടാൻ വേണ്ടി നമ്മളുടെ നിലപാടുകൾ വ്യക്തം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിക്ലറേഷൻ പറയണത്. ഡിക്ലറേഷൻ പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞ ഡിക്ലറേഷനാണ്. ഇപ്പോൾ ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കാനഡയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ
അപ്പോൾ അവിടെ എംബസി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ബാഗ് തുറന്ന് എൻ്റെ കയ്യിലുള്ള എല്ലാം നോട്ട് ചെയ്ത്, ഇനി ഈ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരെണ്ണം കൂടുതലുണ്ടായാൽ നമ്മൾ അകത്തു പോകും. എന്താണ് കള്ളത്തരം കാണിച്ചെന്നില്ല എൻ്റെ അർത്ഥം. അതാണ് ഡിക്ലറേഷൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രലോഭനങ്ങളുടെ ഉദ്ദേശം ഡിക്ലെയർ ചെയ്യാനാണ്. നീ ആരുടെ പക്ഷത്താണെന്ന് ഡിക്ലെയർ ചെയ്യണം. ദൈവത്തിൻ്റെ പക്ഷത്താണോ, സാത്താൻ്റെ പക്ഷത്താണോ, ലോകത്തിൻ്റെ പക്ഷത്താണോ ഡിക്ലെയർ ചെയ്യണം. അതുകൊണ്ടാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് ഈശോ പറയണത്. പക്ഷേ മേജറായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാൽ നമ്മൾ പെട്ടുപോണ കൊണ്ടാണ് കർത്താവ് പറയണത് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്. കർത്താവ് ഭയങ്കര രസകരമായിട്ടുള്ള ആ വിഷയം ഇന്നവിറ്റബിൾ ഈവിള് പോലെയാണ് ടെംപ്റ്റേഷൻ പറയണത്. ഇത് ഉണ്ടാകേണ്ടതാണ്, പക്ഷെ ഉണ്ടായപ്പോയാൽ ഒത്തിരി പേര് രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് കൺട്രോൾഡ് നിയന്ത്രിത പ്രലോഭനമാണ് നമുക്ക് അനുഭവിച്ചിരിക്കണം. നിയന്ത്രിത പ്രലോഭനം എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മളെ കൃപയിൽ നിലനിർത്തണമെന്നുണ്ട്. പക്ഷെ നിലവാരമുള്ള ദൈവകൃപയിലേക്ക് വളർത്തുന്നതിന് വലിയ ടെസ്റ്റുകൾ പാസ്സാകണം. അപ്പോൾ ആൾക്കാർ പറയും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ടെസ്റ്റൊന്നും ആവശ്യമില്ല, ചെറിയ പരിപാടിയൊക്കെ ഞാൻ കഴിഞ്ഞുകൂടിയാൽ മതി, എങ്ങനെ കഞ്ഞി വെച്ച് പോകണം, അത്രയും ദൈവത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ആൾക്കാരുടെ ഒരു നിലപാട്. അതുകൊണ്ട് ആത്മീയമായിട്ട് വളരത്തില്ല. ദൈവം സ്വന്തമായിട്ട് കരുതത്തില്ല. സ്വന്തമായിട്ട് കരുതിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. സ്വന്തമായിട്ട് കരുതിയാൽ നിങ്ങൾക്കറിയാമല്ലോ, സ്വന്തമായിട്ട് കരുതിയാൽ എപ്പോഴും ഏത് ക്ലേശങ്ങളുടെ അപ്പുറത്തും നമ്മൾ സ്വർഗത്തെ കാണും. അതുകൊണ്ടാണ് ഈ നമ്മുടെ കൊളോസിയൻസില്ലേ, കൊളോസിയൻസ് എടുത്ത് കൊളോസോസ് 3:1 കൊളോസിയൻസ് 3:1 ക്രിസ്തുവിനോടൊപ്പം പറഞ്ഞ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. അതായത് ചില ക്ലേശങ്ങൾ വരുമ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പറയണത് ആ ക്ലേശങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, അതിന് പാരലായിട്ട് ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പറയണത്. പറഞ്ഞ മനസ്സിലായി. ഇത് നമുക്ക് ഈ ടെക്നിക്ക് മനസ്സിലാകണം. ആധ്യാത്മിക ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ അപ്രതിരോധ്യവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഇന്നവിറ്റബിളായിരിക്കും, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഒഴിവാക്കാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉന്നതങ്ങളിൽ അതിൻ്റെ മറുപടി നമുക്ക് കിട്ടുന്നത് ഉന്നതങ്ങളിൽ നിന്ന്, നിത്യതയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതാണ് ഈശോ അതായത് തിരുവുദ്ധാനം നൽകുന്നത് മനുഷ്യൻ്റെ ഭൗമികമായ എല്ലാ കഷ്ടനഷ്ടങ്ങളും ക്ലേശങ്ങളിലും ചില ആൾക്കാർ ടെമ്പറലായിട്ട് ചില ക്ലേശങ്ങൾ ക്യാൻ ബി ഷിഫ്റ്റഡ്. ചില ക്ലേശങ്ങൾ മാറ്റാൻ പറ്റും, ചിലത് ഇന്നവിറ്റബിൾ ഈവിളാണ്, മാറ്റാനേ പറ്റത്തില്ല. ഈ മാറ്റാൻ പറ്റാത്ത കേസിന് എന്ത് ചെയ്യണമെന്ന് പറയണത് അത് നിത്യതയിൽ വരവ് വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താണ്? അതിന് നമുക്ക് മാർഗമില്ല. അത് നിങ്ങൾ കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ കൂടെ കൂട്ടി വെക്കണമെന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓട്ടിസം വന്ന കുഞ്ഞുങ്ങളെ ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഓർക്കുകയെ എനിക്ക് സങ്കടം വരും. ഓട്ടിസം കുഞ്ഞുങ്ങളെ 10 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ഒരു കുഞ്ഞെ സുഖപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. സുഖപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങളെ, 10ൽ 1 വരുന്നുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിക്കണ 10ൽ 10 വരാനാണ്. കാര്യം അത് കുരിശ് മരണമാണ്. ആ ഓട്ടിസം വന്ന കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാലേ അവിടെ കൈയും കാലും നമ്മൾ കഴുകേണ്ടി വരും. അത്രയ്ക്ക് ജീവിതമാണ്, അത്രയും കഷ്ടപ്പെട്ട ജീവിതമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ആ മാതാപിതാക്കന്മാരെയാണ് ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് കൊടുക്കണത്. കുഞ്ഞിനെ അല്ല ഞാൻ പ്രാർത്ഥിക്കണത്. കർത്താവ് ഇത് മാറ്റാൻ പറ്റത്തില്ലെങ്കിലേ, ഈശോ പറഞ്ഞില്ലേ, സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നെ കടന്നു പോകത്തില്ലേ, അല്ലെങ്കിൽ പിന്നെ എന്താണ്? അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് വിഷയം. അതിന് അടുത്ത സെക്കൻഡ് ഓപ്ഷനുണ്ട്. ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെയുള്ളത് എന്താണ്? ദൈവഹിതം നിറവേറട്ടെ. അപ്പോൾ ദൈവഹിതം നിറവേറുമ്പോൾ ഒരു ഗുണമുണ്ടാവും. എന്താ സംഭവം? അവനെ ശക്തിപ്പെടുത്താനൊരു മാലാഖ വരും. അതാണ് ഈശോയ്ക്ക് കിട്ടിയ ഓപ്ഷൻ. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ദൈവഹിതമായിട്ട് ഇപ്പം നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ഇന്നവിറ്റബിൾ ഈബിളായിട്ടുള്ള ഒരു സങ്കടം മാറ്റാൻ പറ്റണില്ല എന്ന് വിചാരിച്ചോ,
രോഗമാകാം, വേറെ എന്തുമാകാം. ചിലപ്പോൾ ഒരു നാശം പിടിച്ച അയൽവാസിയാകാം. അറിയാമല്ലോ, നാശം പിടിച്ച അയൽവാസികൾ നമുക്ക് ചിലർ എൻ്റെ അച്ഛ ഒരു തിരുവഞ്ചരിച്ച അച്ഛ ഏതെങ്കിലും നരകത്തിൽ ഈ നരകത്തിൽ നിന്ന് പോട്ടെ, ഈ രാജ്യം വിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ താമസിക്കട്ടെ, അവർ നമ്മളെ പൊറുപ്പിക്കത്തില്ല അച്ഛ എന്ന് പറയും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയും, മോളെ പോകാൻ പറ്റത്തെന്ന് തോന്നുന്നില്ല എന്ന് പറയും. കാര്യം ഇതിനേക്കാൾ വലിയ പിടിച്ചതിനേക്കാൾ വലുത് അളയിരിപ്പുണ്ട്, നീ ചെല്ലുന്ന സ്ഥലത്ത് ഇതിനേക്കാൾ വലിയ പണ്ടാരം വരുന്നുണ്ട്, നീയാണ് പ്രശ്നം, അവരല്ല പ്രശ്നമെന്ന് പറയും. എൻ്റെ പേര് സിജി ബിജു. ഞാൻ കോട്ടയം ജില്ലയിൽ കുറിച്ചിത്താന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 നവംബർ മാസം 21-ാം തീയതിയാണ്. ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ ഭർത്താവ് കുറിച്ചിത്താനത്ത് നിന്ന് ഉടമ്പടി കൃപാസനത്തിലേക്ക് ഒരു വണ്ടിയിൽ പ്രാർത്ഥനയ്ക്കാൻ ആൾക്കാരെയും കൊണ്ട് വരാറുണ്ടായിരുന്നു. പല പ്രാവശ്യം അങ്ങനെ വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നമുക്കും കൃപാസനത്തിൽ പോയൊരു ഉടമ്പടി എടുക്കാം. അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ഇളയ കൊച്ചിന് 13 വയസ്സായി. അവന് 3.5 വയസ്സായപ്പോൾ മുതൽ അവന് ശ്വാസം മുട്ടലും അലർജിയുമായിരുന്നു. അവന് ശ്വാസം മുട്ടലങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോയി നെബുലൈസേഷൻ എടുക്കണം, അവന് ആശുപത്രി 2 ദിവസം കടത്തണം, അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ പല ആശുപത്രികൾ, ഹോമിയോ, അലോപ്പതി, ആയുർവേദം, അങ്ങനെയുള്ള എല്ലാ മരുന്നുകളും ഞങ്ങൾ ഈ 10 വർഷത്തോളം ഉപയോഗിച്ചിരുന്നു. അവന് ഇൻഹെയിലർ 2 നേരവും മൂക്കിൽ സ്പ്രേയും എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അവന് മരുന്നുണ്ടായിരുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ അവന് വേണ്ടി അവന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഒക്കെ ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, അവൻ്റെ നെറ്റിയിൽ തൈലം പൂശുകയും നാവിൽ തേൻ ഒഴിച്ചു കൊടുക്കുകയും ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. തൽഫലമായി അധികം താമസിക്കാതെ തന്നെ എൻ്റെ മോൻ്റെ ശ്വാസം മുട്ടലെല്ലാം നന്നായി മാറി. അവന് ഇൻഹെയിലർ എടുക്കേണ്ട ഇപ്പോൾ 2-3 വർഷമായി അവന് ശ്വാസം മുട്ടലുണ്ടാകാറില്ല. രണ്ടാമതായി ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴി മേടിച്ചിട്ട് 5-6 വർഷമായിരുന്നു. അതിൻ്റെ ആധാരം ഞങ്ങൾക്ക് എഴുതുവാൻ സാധിച്ചില്ല. ഉടമസ്ഥൻ്റെ അമ്മ അവർക്ക് ഇഷ്ടദാനമായി കൊടുത്തതായതുകൊണ്ട് അമ്മയുടെ കാലശേഷം മാത്രമേ ആധാരം എഴുതുവാൻ പറ്റുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ആ അമ്മച്ചി തന്നെ ആധാരം ഞങ്ങൾക്ക് എഴുതി തരുവാൻ മുൻകൈ എടുക്കുകയും അതോടുകൂടി തന്നെ 4 സെൻറ്റ് സ്ഥലം കൂടി വാങ്ങുവാൻ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ സ്ഥലം വാങ്ങുവാനായിട്ട് ഞങ്ങൾ ഒരു 1.25 ലക്ഷം രൂപ ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോൺ അടയ്ക്കുവാനുള്ള മാർഗ്ഗം ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കടം വീട്ടിൽ തരണമേ, ഞങ്ങൾക്കതിനുള്ള വഴി കാണുന്നില്ല, അമ്മ ഞങ്ങളെ സഹായിക്കണം. തൈലം പൂശുകയും വിശ്വാസ പ്രമാണം എല്ലാ സമയവും തന്നെ ഓർക്കുമ്പോഴൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ വീട്ടിൽ നിന്ന് ചാച്ചനും അമ്മയും എൻ്റെ കൂടെ നിൽക്കുവാൻ വരികയും അവർ 2 ലക്ഷം രൂപ തന്ന് ഞങ്ങളെ സഹായിക്കുകയും ആ ലോൺ അടച്ചു തീർക്കുവാൻ സാധിക്കുകയും ചെയ്തു. അടുത്തതായി എൻ്റെ മകന് +2 പാസ്സായി. അവന് എന്ത് പഠിക്കണം? ആദ്യത്തെ മൂത്ത കൊച്ചാണ്, 3 ആൺകുട്ടികളാണ്. മൂത്തവൻ നേഴ്സിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. നമ്മൾ അന്വേഷിച്ച് പറക്കി വന്നപ്പോഴത്തേക്കും അഡ്മിഷൻ എല്ലായിടത്തും എടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഏജൻറ്റിനോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു അഡ്മിഷൻ വേണം. ഒരു പറഞ്ഞു ബാംഗ്ലൂർ ഒരു അഡ്മിഷനുണ്ട്, 1.5 ലക്ഷം രൂപ അടയ്ക്കണം, ഫീസ് ആദ്യം അഡ്മിഷൻ എടുക്കുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ 10 പൈസയില്ല. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മേ മാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള മാർഗ്ഗം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ചേട്ടായി എന്നെ ഫോൺ വിളിച്ചു, മോളെ എന്നാണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, മോന് +2 കഴിഞ്ഞു, അവന് പഠിക്കണം, അവനെ നേഴ്സിങ്ങിന് വിടണം, കയ്യിൽ കാശൊന്നുമില്ല. പുള്ളി എന്നോട് പറഞ്ഞു, മോൾ നീ എന്തിനാ വിഷമിക്കുന്നത്, ഞാനൊരു 50,000 രൂപ നിനക്ക് തരാം, നീ അഡ്മിഷൻ എടുത്തുകൊള്ളൂ. അതുപോലെ ചേട്ടായി വണ്ടി ഓടിക്കുന്ന വീട്ടിലെ ചേച്ചിയും പറഞ്ഞു, ഞങ്ങളും നിങ്ങളെ സഹായിക്കാം. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1.5 ലക്ഷം രൂപയുണ്ടാകുവാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഞങ്ങൾ മകൻ അഡ്മിഷൻ എടുത്തു. ബാംഗ്ലൂർ കോളേജ് ഓഫ് നേഴ്സിംഗിൽ അവൻ അഡ്മിഷൻ എടുത്തു. നമുക്ക് അവനെ പഠിപ്പിക്കണമെങ്കിൽ ലോൺ എടുക്കണമായിരുന്നു.
ഞാൻ ലോൺ എടുക്കാനായി SBIയിൽ ചെന്നു. SBIയിൽ ചെന്ന കുട്ടിക്ക് പഠിക്കാനായി ഒരു ലോൺ തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു ബുക്ക് എടുത്ത് വേഗം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വാർഡ് ഏതാണ്? ഞാൻ പറഞ്ഞു 9-ാം വാർഡ്. 9-ാം വാർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നേ ലോൺ ലഭിക്കുകയുള്ളൂ, നിങ്ങൾക്ക് SBIയിൽ നിന്ന് കിട്ടത്തില്ല, നിങ്ങൾ അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അവരെന്നോട് കുട്ടിയുടെ മാർക്കൊക്കെ ചോദിച്ചു. മാർക്കുള്ളത് കൊണ്ട് ലോൺ തരാം, പക്ഷേ പലിശ കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഞാൻ വന്നിട്ട് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിന് SBIയിൽ ഒരു ലോൺ കിട്ടണം. ഞാൻ എനിക്കറിയാവുന്നവരോട് പറഞ്ഞു, അവിടെ ഒന്ന് ആരോടെങ്കിലും സംസാരിച്ച് എനിക്കൊരു SBIയിൽ തന്നെ ഒരു അഡ്മിഷൻ ഒരു ലോണിന് ശരിയാക്കി തരണം. നല്ല പിടിപാടുള്ള ആൾക്കാരൊക്കെ SBIയിൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതിങ്ങനെ നിയമമാണ്, അങ്ങനെ കൊടുക്കാൻ പാടില്ല, ഇത് പഞ്ചായത്ത് തലത്തിൽ ഇങ്ങനെ വേർതിരിച്ച് വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് 2 ദിവസം തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും പോവുകയാണ്. ലോക്കറ്റും കയ്യിൽ പിടിച്ച് തൈലവും പൂശി ഞാൻ SBIയിൽ വീണ്ടും ചെന്നു. ഞാൻ ചോദിച്ചു, അന്നവിടെ ഞാൻ ആദ്യം ചെന്നപ്പോഴത്തെ സാറായിരുന്നില്ല, മറ്റൊരു ലേഡിയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കൊരു പഠന ലോൺ വേണം, എൻ്റെ മോനെ നേഴ്സിംഗ് പഠിക്കുവാണ്. അവരെന്നോട് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഉടനെ തന്നെ അവരെനിക്ക് പേപ്പറുകളെല്ലാം എടുത്ത് തരുക. അപ്പം ഞാൻ ഓർത്ത് ദിവസം സാറ് പറഞ്ഞതാണ് നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന്. ഇവർ പേപ്പറെല്ലാം എടുത്ത് തന്നപ്പോൾ എനിക്ക് ആകെ സംശയമായി. ഞാൻ ചോദിച്ചു, ഞാൻ മാനേജരെ കാണണമോ, മാനേജരെ കണ്ട് സംസാരിക്കണമോ? വേണ്ട ചേച്ചി ഇതിനുള്ള ബാക്കി +2-ൻ്റെ SSLCയുടെ ഒക്കെ റിസൾട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നാൽ മതി. എനിക്ക് സംശയമായി. ഞാൻ ചോദിച്ചു, ആ ടോണി സാറിനെ വിളിച്ച് ചോദിക്കണോ? എനിക്കിവിടെയല്ല എന്നവർ പറഞ്ഞിരുന്നു.